നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷവർമയാണ് നമ്മളിന്ന് തയ്യാറാക്കിയുള്ളത്. അതായത് മൈദയൊന്നും ചേർത്തിട്ടില്ല, മയണൈസ് ഇല്ല, അത് ഓട്സ് വെച്ച് മയണൈസ് ഇല്ലാണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷവർമയാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ നല്ല ജ്യൂസി ഷവർമയാണിത്. ഒരു ചിക്കൻ വാങ്ങിച്ച് എല്ലില്ലാത്ത പീസ്, അതായത് എല്ലില്ലാണ്ടിരിക്കുന്നതാണ് നല്ലത്, നമ്മൾ കട്ട് ചെയ്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഷവർമ തയ്യാറാക്കുന്നത്. അപ്പോൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം, കുറച്ച് ഉപ്പ്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് കുരുമുളക് പൊടി 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കാനുള്ളത് ചെറുനാരങ്ങ പിഴിഞ്ഞ നീരാണ്, അതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. ചിക്കനിൽ നല്ലോണം പിടിക്കണം കുരുമുളക് പൊടിയും പിന്നെ ചെറുനാരങ്ങയുടെ പുളിയും അതുപോലെ തന്നെ ഉപ്പും കൂടി മിക്സ് ചെയ്ത് ഇതൊരു 10 മിനിറ്റ് വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാം. നമ്മൾ പച്ചമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, അത് നല്ല വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. മല്ലിയില കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ഒരു വലിയൊരു ക്യാരറ്റ് ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. പിന്നെ സവോള 2 വലിയ സവോള കട്ട് ചെയ്ത് ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. ഈ 4 വെജിറ്റബിൾസാണ് നമ്മൾ നമ്മുടെ ഷവർമയിൽ ചേർക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വയ്ക്കാം. അപ്പം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ബട്ടർ ചേർക്കാം. ബട്ടറിൽ വേണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ബട്ടർ മെൽറ്റ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ പീസുകളിടാം. അപ്പം ഇതിലിങ്ങനെ മൊരിഞ്ഞു വരണം, ജസ്റ്റ് ഒരു നല്ല ഷാലോ ഫ്രൈ പോലെ ഇങ്ങനെ നല്ല ഫ്രൈ ചെയ്ത് വരണം. അപ്പോൾ ഈ ബട്ടറിൽ ചെയ്യുമ്പോൾ നല്ല ജ്യൂസി ആയിരിക്കും നമ്മുടെ ചിക്കൻ. ഇത് ജസ്റ്റ് അതൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ടെടുക്കാം. 5 മിനിറ്റ് വരെ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. അതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. അപ്പോൾ ഇത് തുറന്നിട്ട് നമുക്കൊക്കെ ഇതൊന്ന് മറിച്ച് വിടാം. 2 ഭാഗം വെന്ത് വരണമെങ്കിൽ ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. മുരിയണം ഒന്ന് നല്ലോണം, ഒരു കളർ ചേഞ്ച് വരണം. അതുവരെ ഇത് നമ്മൾ മറിച്ച് നിൽക്കണം. ശേഷം മുടി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ടിരുന്നു. അപ്പോഴാണ് എല്ലാ ഭാഗത്തേക്കും നല്ലൊരു ഫ്രൈ ആയിട്ട് വരുള്ളൂ. അപ്പം എല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലെ ഇടയ്ക്ക് 2-3 ട്രിപ്പ് മറിച്ചിട്ടു. ഇനി നമുക്ക് ഇത് ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കോരിയെടുക്കാം. ഒരു 5-6 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ബട്ടർ മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 സ്പൂൺ മൈദ മിക്സ് ചെയ്യാം. അപ്പോൾ ബട്ടറും മൈദയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് യോജിച്ച് വരട്ടെ. ബട്ടറും മൈദയായിട്ട് നല്ലോണം മിക്സ് ആയതുകൊണ്ട് ഇനി നമുക്ക് പാല് ചേർക്കാം. സാധാരണ പശുപാലാണ് ചേർക്കണം. അപ്പോൾ തീ ഹൈയിലിടാം. ഇതൊന്ന് കുറുകി വരണം. അപ്പം മൈദ ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് കുറുകിയോളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 സ്പൂൺ മൈദ ചേർത്തത്. അപ്പോൾ സോസ് നല്ല കട്ടിയിൽ കിട്ടും. അപ്പം മയണൈസിൻ്റെ ആവശ്യം വരില്ല, ഈ സോസ് ചേർത്താൽ മതി. അപ്പം നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കും. ഇപ്പോഴും ഇങ്ങനെ ഇളക്കി നിൽക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് ഒറിഗാനോ ചേർക്കണം. അപ്പോഴാണ് ആ സോസിന് നല്ല ടേസ്റ്റ് കിട്ടുക. ചെറിയൊരു സ്പൂൺ ഒറിഗാനോ ചേർക്കാം. അതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് നിൽക്കാം. ഒരു കട്ടിപ്പ് വരണം, അത്രയേ വേണ്ടൂ. ആ കട്ടിപ്പ് വരണ വരെ നമ്മൾ ചെയ്ത് നിൽക്കണം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് കുറുകി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഓഫ് ചെയ്യാം. അത്രയേ വേണ്ടൂ. അപ്പം അതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്തെടുക്കാം. പാൻ വെച്ചിട്ട് നമുക്ക് ഒന്നിനും സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ, നമ്മുടെ സാധാ കോക്കനട്ട് ഓയിൽ ചേർക്കരുത്. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പം ബട്ടറാണ് ചേർത്തുള്ളത്. ഒരിക്കലും വെളിച്ചെണ്ണ ചേർക്കരുത്, അപ്പം അതിൻ്റെ ടേസ്റ്റ് മാറും. അതിലേക്ക് നമ്മൾ സവോള ചെറുതാക്കി അരിഞ്ഞത്, ക്യാരറ്റ് അരിഞ്ഞത്, പച്ചമുളക് കട്ട് ചെയ്തത്, മല്ലിയില ചെറുതാക്കി നോക്കിയത്. ഒന്ന് പച്ചപ്പ് മാറിയാൽ മതി, വല്ലാണ്ട് വേവേണ്ട. ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് അതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 1 സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാലയുടെ പൊടി 1 സ്പൂൺ. ഇതിപ്പോൾ ഗരം മസാലപ്പൊടി ചേർക്കുമ്പോൾ അതിൽ പെരുംജീരകം പൊടിച്ചത് അതിൽ പെടാൻ പാടില്ല. പെരുംജീരകം ഇല്ലാത്ത മസാലപ്പൊടി വേണം നമ്മൾ ഷവർമയ്ക്ക് യൂസ് ചെയ്യാനായിട്ട്.
അപ്പോഴാണ് നമ്മുടെ ഷവർമ നല്ല നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സൈസ് കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുക. അപ്പോൾ ഇതൊന്ന് ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കളർ ചേഞ്ച് ആയതുകൊണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിൽ തന്നെ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് വാടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കളറ് ചേഞ്ച് ആയാൽ മതി, വല്ലാണ്ട് വാടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ആയാൽ മതി. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സോട്ടിങ് ഓക്കെ. അപ്പം നമ്മൾ ബട്ടറിൽ വേവിച്ച് വെച്ച ചിക്കനൊക്കെ ഇല്ല, അതൊക്കെ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് കടിക്കാനായിട്ട് കിട്ടണം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമുക്ക് കടിക്കാനായിട്ട് കിട്ടുമ്പോഴാണ് ഷവർമയിലൊരു ടേസ്റ്റ് ഉണ്ടാവുക. മിക്സിയിലടിച്ച പോലെ ആവരുത്, ജസ്റ്റ് ഒന്ന് നീളത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്യാം. ഇപ്പം കട്ട് ചെയ്യുമ്പോൾ എല്ലിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ, അറിയാണ്ട് അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതുപോലെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്യണം. അതൊക്കെ നമുക്ക് നമ്മുടെ വെജിറ്റബിൾ സോട്ട് ചെയ്തതിൽ ചേർത്ത് മിക്സ് ചെയ്യാം. അതാണ് നമ്മുടെ ഫില്ലിങ്. അപ്പോൾ ഫില്ലിങ് ഓക്കെ. നമുക്ക് സോട്ട് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് തയ്യാറാക്കുന്നത്. ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്സ് 1.5 കപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 3 ടേബിൾ സ്പൂൺ റവ, ഏത് റവ ആയാലും കുഴപ്പമില്ല, ഓട്സ് ഏതായാലും കുഴപ്പമില്ല, അതും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെള്ളം 3/4 കപ്പോളം ചേർത്ത് കുതിർക്കാനായിട്ട് വെക്കണം. ഇതൊരു 15 മിനിറ്റ് കുതിരണം. എന്നിട്ട് വേണം നമ്മൾ മിക്സിയിൽ ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാൻ. അപ്പോഴാണ് നമ്മുടെ ഷവർമയുടെ ബേസിന് നല്ല ക്രിസ്പിനെസ് ഒക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഏത് ഓട്സ് ആയാലും കുഴപ്പമില്ല, വറുത്ത റവ ആയാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ വറുക്കാത്ത റവ ആയാലും കുഴപ്പമില്ല. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുതിരാനായിട്ട് വെക്കാൻ. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് അരച്ചാൽ മതി. അപ്പോഴാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഷവർമ നല്ല ക്രിസ്പി ബേസാവും, നല്ല ജ്യൂസി ചിക്കൻ ഫില്ലിങ്ങും ആയിരിക്കും. അപ്പോൾ 15 മിനിറ്റ് നമ്മൾ ഓട്സ് റവ ഒക്കെ കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മൈദയൊന്നുമല്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷവർമയാണിത്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒറിഗാന ചെറിയൊരു സ്പൂൺ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത് ഫൈനായിട്ട് മിക്സിയിൽ അരച്ചു കൊണ്ടുവരാം. ഇത് അരയാൻ പാകത്തിന് വെള്ളം കൂടി ചേർക്കാം. ഒരു 1/4 കപ്പോളം ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട്. അരച്ചു കൊണ്ടുവരാം. അപ്പം നമ്മുടെ ഓട്സ് വെച്ചിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചു കൊണ്ടുവന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയായിട്ട് ചുട്ടെടുക്കാം. നമുക്കൊരു ദോശച്ചട്ടി വെച്ച് നമുക്കിതൊന്ന് തുടച്ച് ഫാൻ ചൂടാവുമ്പോൾ ദോശമാവ് ഒഴിക്കാം. നമ്മുടെ ഓട്സ് കൊണ്ടുള്ള ദോശന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബാറ്ററാണിത്. അപ്പോൾ നമുക്ക് മൈദയൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല, ഓട്സ് റവ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഹെൽത്തി ഷവർമയ്ക്ക് ഇത് മസ്റ്റാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും ചെയ്യും. ആ സമയത്ത് നമുക്ക് നമ്മുടെ വെജിറ്റബിളും ചിക്കനും കൂടി മിക്സ് ചെയ്തതിലേക്ക് ചീസ് ചേർക്കാം. ചീസ് 2 സ്ലൈസ് ചേർക്കാം. അപ്പോഴത് നല്ല ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചീസ് ഞാൻ ചേർക്കുന്നത്. ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതെന്ന് വെച്ചാലും ഓക്കെയാണ്. അപ്പം നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടിരിക്കും. ഇത്രയും കൂടി ജ്യൂസി വേണമെങ്കിൽ ഒരു സ്ലൈസും കൂടി നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോഴൊന്നും കൂടി നമ്മുടെ ചീസ് ചേർന്ന് ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ദോശ ഓക്കെ ആയിട്ടുണ്ട്. ഒന്ന് അങ്ങോട്ട് കൂടെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പം നമ്മുടെ വൈറ്റ് സോസും കൂടി ചിക്കനിൽ മിക്സ് ചെയ്യണം. അപ്പം നമ്മുടെ മയണൈസിന് പകരമാണ് നമ്മൾ വൈറ്റ് സോസ് ചേർക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മയണൈസൊക്കെ അൺഹെൽത്തി ആണല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കി നമ്മുടെ ഷവർമയിൽ മിക്സ് ചെയ്താൽ മതി. നല്ല ജ്യൂസി ആയിരിക്കും. അപ്പോൾ പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ ജ്യൂസി ആയിട്ടുള്ള ഷവർമ നമുക്ക് കിട്ടും. ദോശയിൽ നമുക്ക് ഇതുപോലെ ചിക്കൻ ഫില്ല് ചെയ്ത് റോൾ ചെയ്യാം. ആദ്യം നമുക്ക് ഈ 2 ഭാഗം റോൾ ചെയ്തതിന് ശേഷം ഇത്
അപ്പോൾ മൈദ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടേ ഇല്ല. നല്ല ഓട്സിൻ്റെ ദോശയും അതുപോലെ ചിക്കനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷവർമീനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എല്ലാം അതും ഇങ്ങനെ തയ്യാറാക്കാം. അപ്പം നമ്മുടെ ഷവർമയൊക്കെ റെഡി ആയിട്ട് ഈ ഒരു അളവ് വെച്ചിട്ട് ഞാൻ 6 ഷവർമീൻ ഉണ്ടാക്കിയുള്ളത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഷവർമീനത് നമുക്ക് വീട്ടിൽ തന്നെ അനായാസം ഇതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കാം.